നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും ഇനി അവള് വരുന്നെങ്കിൽ സമ്മതിക്കണം. അവളുടെ ധൈര്യം അപാരം തന്നെ. കമ്പക്കെട്ടിന് തിരി കൊളുത്തിട്ട് ഒന്നും അറിയാത്തൊരു പൂച്ച കുഞ്ഞിനെ പോലെ. മോളെ, നീ അപ്പച്ചി പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. അവള് വന്നാലേ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഞാൻ നിലവിളക്കം കൈ കൊടുത്ത് വലതുകാലം വെപ്പിച്ച് ഇങ്ങോട്ട് കയറ്റാം. 2 കാലം തല്ലി ഒടിക്കാ വേണ്ടത്. എന്നാൽ ഈ ഡാഡി എന്ത് ഭാവിച്ച? സ്വന്തം മകളെക്കാൾ വിശ്വാസം മരുമകനെയും കണ്ടു. ഞാനൊന്നും പറയുന്നില്ല. എന്തു വന്നാലും അവളെ ഈ വീട്ടിന്റെ അകത്ത് കയറ്റരുത്. രണ്ടും കൽപ്പിച്ച് പിടിച്ചു നിൽക്കണം, മനസ്സിലായോ? നമ്മുടെ ശത്രു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ നോക്കി പരിഹസിച്ച് ചിരിച്ചോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞ ഏത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റും? എന്തായാലും അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്താണ് സംഭവിക്കാൻ നോക്കാം. മോള് വാ. സമൂഹത്തിന്റെ മുമ്പില് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എന്നെ ആക്കിയിട്ട് എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി ചതിച്ചതാണോന്ന് പോലും എനിക്ക് സംശയമാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആത്മാഭിമാനമുള്ളവളാ ഞാൻ. പണം ഇല്ലെന്നേ ഉള്ളൂ. ഈ പറയുന്നതിനും കേൾക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. എനിക്ക് പരിധി ഇല്ലടി. കാരണം പരിധി ഇല്ലാത്ത അളവിലാ എന്റെ അഭിമാനം ഒലിച്ചു പോയത്. നീ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. സംഭവം എന്താണെന്ന് എനിക്കറിയാം. നിരഞ്ജനയും ദേവികയും ആരോ പ്ലാൻ ചെയ്ത് കുടുക്കിയതാ. കുരുക്കിയത് ശരത് എന്ന് പറയുന്ന ഒരുത്തൻ. എന്തായിരുന്നു അവന്റെ ഇന്റൻഷൻ എന്നൊക്കെ വഴി അറിഞ്ഞുകൊള്ളു. ദേവിക ഇവിടെ വരും. ശ്രുതി മോളെ പഠിപ്പിക്കുകയും ചെയ്യും. ദേവികയുടെ സാമീപ്യം കുഞ്ഞിനൊരു ആശ്വാസമാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. തൽക്കാലം ഈ കാര്യത്തിൽ നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ലെങ്കിലോ? ഡാഡി, ഇതെന്റെ തീരുമാനമാണ്. എന്റെ ശരീരത്തിന് മാത്രമേ ഒരല്പം ബലക്ഷയം സംഭവിച്ചിട്ടുള്ളൂ. എന്റെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ പഴയ ഉറപ്പ് തന്നെയാ. എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ വരവണ്ണം തെറ്റാതെ ഞാനത് ചെയ്തിരിക്കും. ശരത്തിനെതിരെയുള്ള അന്വേഷണം തീർന്നു എന്ന് നീ കരുതണ്ട. അവനൊരു ഡെമ്മിയാണെങ്കിൽ അതിന്റെ പിന്നിൽ ആളും അർത്ഥവും ഒക്കെ കൊടുത്ത് സഹായിച്ചവരുണ്ടാവുമല്ലോ. അവരിലേക്കും ഉടനെ വരും സംശയത്തിന്റെ ചൂണ്ടുവിരൽ. മോളകത്തേക്ക് വയ്ക്കോ. ആരും നിന്നെ ഒന്നും ചെയ്യില്ല. നീയും എന്റെ മരുമകനും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നിരഞ്ജന ആരാണെന്നും എന്താണെന്നതും എനിക്കറിയാം. ഞാൻ കൈപിടിച്ചുകൊണ്ടുവന്ന കുട്ടിയാണവൻ. അവൻ ഒരിക്കലും വഴിതെറ്റിപ്പോയില്ല.
ഒരൊറ്റ വിശ്വാസം ഉറപ്പ് മാത്രം മതി എനിക്കെന്ത് തീരുമാനവും എടുക്കാൻ. മോളെ, ആന്റിയെ വിളിച്ചിട്ട് പോയിക്കോ. ചെല്ലു മോളെ. എന്നാലും അവളുടെ ഒരു ധൈര്യം. വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ കുടുംബത്തിൽ നിന്ന് തന്നെ ആൾക്കാരുള്ളപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വന്നു കയറാൻ ശ്രുതിമോൾ എന്നുള്ള പിടിവള്ളി. അങ്ങനെ അവളെ ഞാൻ വെച്ച് വാഴിക്കത്തില്ല. ഡാഡിയെ മുഖാമുഖം നോക്കി ധിക്കരിക്കാൻ എനിക്കൊരു ചെറിയ മടിയുള്ളതുകൊണ്ടാ. എന്ത് വേണോന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ കുറ്റം പറയുള്ളൂ. നിന്റെ ഭർത്താവിനെ നിന്റെ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയില്ല. അത് പിന്നെ പണ്ടേ ഇല്ലല്ലോ. നിനക്കത് അറിയുകയും ചെയ്യാം. ഒരിക്കലും ചേരാത്ത രണ്ടുപേര് രണ്ടു വഴിക്ക് പിരിയുന്നത് തന്നെയാ നല്ലത്. അതെ, എനിക്കും അതൊക്കെ തന്നെയാ പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ വിശാല് തന്നെയായിരുന്നു നിനക്ക് ചേരുന്നത്. അവനെ പറ്റി മിണ്ടണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. അവൻ എനിക്കുണ്ടാക്കിയ മുറിവുകള് ഇപ്പോഴും പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല, ഉണങ്ങേയില്ല. എന്റെ ഉള്ളിലിരുന്ന് ഇപ്പോഴും അത് കുത്തി നോവിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ നഷ്ടം നിനക്ക് തന്നെയാ. അവസാനം അവൾ അകത്തമ്മയാവും. നിനക്ക് നിന്റെ കൊച്ചിനെ നഷ്ടപ്പെടും, സ്വത്തുക്കളും പോവും, ആശുപത്രിയും പോവും. ഒടുവിൽ അക്ഷരം വീട്ടിൽ അക്ഷര, അക്ഷരാർത്ഥത്തിൽ പേരുവഴി ആധാരം. ശരത്തേട്ടാ, ശരത്തേട്ടൻ വാ. ഇല്ല, അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഞാനൊരു കള്ളനല്ലേ, ആരുമില്ലാത്തവനല്ലേ, അനാഥനല്ലേ, കയറാൻ പറ്റൂ. ആരും തടയില്ല. ശരത്തേട്ടൻ എന്റെ വീട്ടിലല്ലേ വന്നത്, എന്നോട് പറഞ്ഞിട്ടല്ലേ വന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. വാ വാ. വാ മോനെ, ആരും സ്വന്തമായി ഇല്ലാത്തത് ആരുടെയും കുറ്റമല്ലല്ലോ, അല്ലേ മനോഹര? അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം തരൂ. എവിടായിരുന്നു? എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. കാര്യം ഞാൻ നിങ്ങളോട് ചെയ്തത് വലിയ തെറ്റാ. അത് അച്ഛൻ്റെ ഈ മകളോടുള്ള ഇഷ്ടം കൊണ്ടാ, അവളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാ. മുത്തശ്ശി പറഞ്ഞ പോലെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവുന്ന പറയുന്നത് അതൊരു വിധിയല്ലേ, ഇല്ലാതാവുന്നത് വേറൊരു വിധി. ഞാനിപ്പോ വന്നത് ഈ വീട്ടിൽ ഞാൻ താമസം മാറാൻ തീരുമാനിച്ചു.